ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ ക്ലൈമാക്സ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ എസ് എ ആണെന്നുണ്ടെങ്കിൽ സി എക്ക് നന്നായിട്ട് അറിയാം കിരൺ ആണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കിരണോ അതുപോലെ തന്നെ വേലുവോ രതീഷോ അത് സമ്മതിക്കുന്നേ ഇല്ല. വേലു പറയുന്നുണ്ട് താനാണ് തലക്കടിച്ചു കൊന്നതെന്ന്. അത് സത്യമല്ലെന്ന് സി എക്ക് നന്നായിട്ട് അറിയാം. അതിനുശേഷം കിരണിനെയും വേലുവിനെയും രതീഷിനെയും ജയിലിട്ടിട്ട് സി എ നേരെ അന്വേഷണത്തിന് വേണ്ടി പോകുക കേട്ടോ. ആ സമയത്ത് രതീഷിനോടും വേലുവിനോടും കിരൺ ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി പോയതെന്ന് ചോദിക്കുമ്പോ വേലു പറയുന്നുണ്ട് സാറ് പുറത്തു വേണം, എങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. പക്ഷേ ഞാൻ അകത്ത് കിടന്നാലും കുഴപ്പമില്ല സാറേ. അതെന്താണ് നീ അകത്ത് കിടന്നാൽ കുഴപ്പമില്ലാത്തത്? നിന്റെ അമലുവിന് വിഷമമില്ലേ? നിന്റെ എന്താണ് മൂപ്പത്തിക്ക് വിഷമമില്ലേ? കാട്ടിലുള്ളവർക്ക് വിഷമമില്ലേ? സാറേ, എന്റെ മാമനെ കൊന്നവനാ ഈ ഗംഗപ്രസാദ്. അവനെ കൊന്നിട്ട് ജയിലിൽ പോകാൻ ഇരുന്നവനാ ഞാൻ. അതാണ് ആ സമയത്താണല്ലോ ഇവനെ ഒരു അപകടമൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു സാറേ ജയിലിൽ കിടക്കാനായിട്ട്. എന്തായാലും ഞാൻ കാരണം നിങ്ങൾ ജയിലിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനെങ്ങാനും വരുവാണെങ്കിൽ നിങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ പറയുന്നത്. രതീഷ് പറയുന്നുണ്ട് അതൊന്നും വേണ്ട സാറേ, കുറ്റം ചെയ്തിട്ട് നമുക്ക് 3 പേർക്ക് ശിക്ഷ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഒരുപോലെ കിട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാറിന് മാത്രം ഇവിടെ കിടത്തിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണ്ട എന്ന് രതീഷ് പറയാണ്. കിരൺ പറയണ്ടേ നിങ്ങളുടെയൊക്കെ ഈ ഒരു സ്നേഹം കാണുമ്പോഴാണ് ഞാൻ തോറ്റു പോണത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത്. പിന്നെ എന്റെ അമ്മാവൻ എന്ന് പറഞ്ഞ ബഗാസുരനുണ്ടല്ലോ, അവനെയും കൊന്നു തള്ളിയല്ലോ. പിന്നെ ഇപ്പൊ ആകെ ഒരാള് മാത്രമേ ഉള്ളൂ, വിക്രമാദിത്യൻ, ജയിലിൽ കിടക്കുന്ന കല്യാണിയുടെ ആങ്ങള. അവനെങ്ങാനും പുറത്തു വരാണെങ്കിൽ അവനെയും കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ അതിനും മടിക്കില്ല എന്നൊക്കെ നമ്മുടെ കിരൺ പറയുന്നുണ്ട്. അപ്പൊ കിരണും രതീഷും വേലും ജയിലിലാണെന്നുള്ള കാര്യം പ്രകാശനൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ പ്രകാശൻ ആകെ ഷോക്ക് ആവാണ്. 3 പേരും ജയിലിലായി. അപ്പോ ഗംഗപ്രസാദിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ ലക്ഷ്മി എടുത്ത് പ്രകാശൻ ചോദിക്കുമ്പോ ലക്ഷ്മി അന്ന് നടന്ന കാര്യം മറച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലക്ഷ്മി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രകാശനോട് പറയാണ്. പ്രകാശന് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. കാർത്തിക മോളുടെ വിവാഹത്തിന് മുഹൂർത്ത സമയത്ത് അവിടെ തോക്കും ചൂണ്ടിക്കൊണ്ട് കാർത്തിക മോളെ ദിലീപ് മോനെ കൊല്ലാനായിട്ട് ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കിരണും വേലും രതീഷും കൂടി അവനെ ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കി. പക്ഷെ ഒരു സെക്കൻഡിൽ വ്യത്യാസത്തിൽ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന്റെ തലക്ക് ആരോ അടിച്ചു. അവൻ നിലത്തേക്ക് മരിച്ചു കിടക്കണാണ് പിന്നെ കിരണും കൂട്ടരും കാണുന്നത്. കിരണും വേലും രതീഷും കൂടി അവന് പായയിൽ മടക്കി നന്നായിട്ട് കെട്ടിയിട്ട് കിരണിന്റെ പറമ്പുണ്ടല്ലോ, കിരണും കല്യാണം നിൽക്കുന്ന വീടിന്റെ പുറകില് പറമ്പില് കുറെ തെങ്ങും തൈകളും വാഴകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽ പുതിയൊരു തെങ്ങും തൈ കാണാൻ പറ്റും പ്രകാശേട്ടന്. ആ തെങ്ങും തൈന്റെ താഴെ കിടന്ന് ചീയുന്നുണ്ട് ഗംഗപ്രസാദ്. ലക്ഷ്മി, നീ പറയണതൊക്കെ സത്യമാണോ? അപ്പോ ഗംഗ മരിച്ചു പ്രകാശേട്ട. അതല്ലേ അവന്റെ ശല്യം ഇപ്പൊ ഇല്ലാത്തത്. എനിക്കറിയായിരുന്നു അവൻ മരിച്ചെന്ന്. പക്ഷെ അത് കിരണും വേലും രതീഷും കൂടി ഒത്തുചേർന്നിട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മക്കളുടെയും അതുപോലെ തന്നെ വേലുവിന്റെയും ജീവിതം വെറുതെ ആയി പോവരുത്. ഞാൻ കിടക്കാം ലക്ഷ്മി ജയിലില്, ഞാൻ കിടക്കാം എന്ന് പറയാണ്. ഞാൻ ചന്ദ്രസേനൻ സാറിന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രകാശ് നേരെ ചന്ദ്രസേനെ കാണാൻ വേണ്ടി പോകുവാണ്. ചന്ദ്രസേനോട് ചോദിക്കുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും, നോക്കാൻ പറ്റില്ലേ സാറിന് എന്ന് പറയുമ്പോ ചന്ദ്രസേനൻ പറഞ്ഞിട്ട് പ്രകാശ, ഞാൻ വിളിക്കാത്ത ആൾക്കാരില്ല, പറയാത്ത ആൾക്കാരില്ല, പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ CA മാർട്ടിൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളെ പിടിച്ച പിടിയാല് ഈ കേസ് തെളിയിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോ പ്രകാശ് ചോദിക്കണ്ടല്ല, ഇവൻ ഈ ഗംഗപ്രസാദ് പിടികിട്ട പുള്ളിയല്ലേ, കുറെ പേരെ കൊന്നിട്ടുള്ള ആളല്ലേ, ഇവൻ മരിച്ചാൽ ഇയാൾക്ക് ഇങ്ങനെ കേസ് അന്വേഷിക്കണം എന്താ ഇത്ര നിർബന്ധം എന്ന് പ്രകാശൻ ചോദിക്കുമ്പോ ചന്ദ്രസേന പറയണ്ട് പ്രകാശ, ഒരു കൊലയാളി ആണെങ്കിലും പിടികിട്ടാപ്പുള്ളി ആണെങ്കിലും അയാളെ കൊന്നു കഴിഞ്ഞാൽ അത് ശിക്ഷ തന്നെ കിട്ടും. അതാണ് പ്രശ്നം. ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്ന 1-ാം പ്രതി വേലു ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് 1-ാം പ്രതി വേലു അല്ല, കിരണും അല്ല, രതീഷും അല്ല, വേറെ ആരും അവന്റെ തലക്കടിച്ചിട്ടാണ് അവൻ മരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ കിരണും വേലും രതീഷും കൂടിയിട്ടാണ് അവൻ മരിച്ച അവന്റെ ബോഡി മറവ് ചെയ്തത്. അപ്പൊ അത് കുറ്റം ചെയ്യണ പോലെ തന്നെയാണ് കുറ്റം മറച്ചു വെക്കുന്നത് അല്ലെ. അതിനാണ് അവർ പിടിച്ച് ജയിലിട്ടേക്കുന്നത്. ഞാൻ എല്ലാ സ്വാധീനവും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നാളെ അവര് കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ വക്കീലവനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാൻ പ്രകാശ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അറിയില്ല. എനിക്ക് ജയിലിൽ പോയി എന്റെ മോനെ കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല. പിന്നെ രതീഷും വേലും അവര് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രകാശ്. ഇതൊന്നും കിരണിന്റെ അമ്മ പ്രഷർ കയറി ഹോസ്പിറ്റലിൽ കിടക്കാണ്. പ്രകാശം പറഞ്ഞിട്ട് സാറേ, ഞാനൊരു ഉറപ്പ് സാറിന് തരാം, ഒന്നും കൊണ്ട് പേടിക്കണ്ട. എന്തായാലും നമ്മുടെ ഈ വേലും രതീഷും കിരണും ഒരിക്കലും ജയിലിൽ കിടക്കില്ല. അത് ഞാൻ സാറിന് തരുന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അവിടെ നിന്ന് പടി ഇറങ്ങി പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് തന്നെ ഇവരുടെ കേസ് കോടതിയിലേക്ക് എത്താണ്.
കിരണും വേലും രതീഷും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുണ്ട്. ജഡ്ജി ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ എതിർഭാഗം വക്കീല് പറയുന്നുണ്ട്, നിങ്ങൾ 3 പേരാണ് ഈ ഡെഡ് ബോഡി മറവ് ചെയ്തേക്കണെന്ന് ഈ കോടതിക്ക് വ്യക്തമായിട്ട് അറിയാം, അതിന് തെളിവും ഉണ്ട്. നിങ്ങൾ ഇപ്പോഴെങ്കിലും അത് സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ ആ ഡെഡ് ബോഡി കണ്ടിട്ടുമില്ല, ഞങ്ങൾ മറവ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ് കിരണും അതുപോലെ തന്നെ വേലും രതീഷും കൂടിയിട്ട്. ആ സമയത്ത് ജഡ്ജിക്ക് ആകെ തലവേദന എടുക്കാട്ടോ. ഇവര് സമ്മതിക്കുന്നുമില്ല എന്ന തെളിവുകൾ ഉണ്ട് താനും. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിക്കാണ്. അപ്പോ ഇവിടെ വക്കീല് പറയുന്നുണ്ട്, എന്റെ പിള്ളേർ ഒന്നും ചെയ്തിട്ടില്ല, ഈ ഗംഗപ്രസാദിനെതിരെ എന്തിനാണ് ഈ കേസ് അന്വേഷിക്കണത്? അയാൾ ഒരു കൊടും കുറ്റവാളിയാണ്. ഒരു സമയത്ത് അയാളുടെ തലക്ക് പോലും വില പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ കൊന്ന ഇവർക്ക് ലക്ഷങ്ങൾ കൊടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിന് തിരിച്ചു ചോദിക്കുന്നൊക്കെ ഉണ്ട് ഇവരുടെ വക്കീല്. പക്ഷെ അതൊന്നും വില പോകുന്നില്ല. ഇവരാണ് ഗംഗപ്രസാദിനെ കൊന്നിരിക്കുന്നത്. പക്ഷെ ഡെഡ് ബോഡി എവിടെ വെച്ചെന്ന് അറിയില്ല എന്ന് ഇവർക്ക് അറിയാം. പക്ഷെ ഡെഡ് ബോഡി ഇവിടെ എവിടെ ഒളിപ്പിച്ചെന്ന് അവരായിട്ട് പറയുന്നുമില്ല. കിരണിനോട് ചോദിക്കുമ്പോൾ കിരൺ പണ്ടേ സാർ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് കിരൺ പറയാണ്. വേലുവിനോട് ചോദിക്കുമ്പോൾ വേലുവും പറഞ്ഞില്ല സാറേ അവന്റെ തലക്കടിച്ചത് ഞാനാണ്, പക്ഷെ പിന്നെ എനിക്കൊന്നും അറിയില്ല. രതീഷ് പറഞ്ഞില്ല സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് തന്നെ രതീഷും പറയണം. ആ സമയത്ത് പ്രകാശൻ അവിടുന്ന് കൈവെക്കുവാണ്. സാറേ എനിക്ക് പറയാനുണ്ട് എന്ന് പറയണം. ജഡ്ജി ചോദിക്കണ്ടേ നിങ്ങൾ ആരാ ചോദിക്കുമ്പോൾ ഞാൻ കിരണിന്റെ അമ്മായച്ചനാണ്, അതായത് കല്യാണിയുടെ കിരണിന്റെ ഭാര്യയുണ്ടല്ലോ കല്യാണിയുടെ അച്ഛനാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞ കാർത്തിക ഉണ്ടല്ലോ ഗംഗപ്രസാദിന്റെ സിസ്റ്റർ, അവളെയാണല്ലോ കൊല്ലാൻ നോക്കിയത്, അവളുടെ അച്ഛൻ ഞാനാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയാണ്. അപ്പൊ കിരണും എല്ലാവരും ഷോക്കായി പോണ, അച്ഛൻ എന്താണ് ഈ പറയാൻ പോണെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ കോടതിനെ ഞെട്ടിച്ചുകൊണ്ട് പ്രകാശം പറയുന്നുണ്ട്, ഗംഗപ്രസാദിന്റെ തലക്കടിച്ചത് ഞാനാണ്, അവനെ പായേലി മടക്കി കെട്ടി ചുരുട്ടി കൂട്ടി കല്യാണി മോളുടെ വീടിന്റെ പുറകേല് അവിടെ കുഴിയെടുത്ത് ഞാൻ ഒറ്റക്ക് കുഴിയെടുത്ത് ആ ഡെഡ് ബോഡി അതില് വെച്ച് കുഴി മൂടി അതിന്റെ മുകളിലൊരു തെങ്ങും തൈ വെച്ചത് ഞാനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോടതി അത് അന്വേഷിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ കുറെ പോലീസുകാരും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. പോയിട്ട് ആ കുഴി മാന്തി ഡെഡ് ബോഡി ചീന് അളിഞ്ഞ് ഇതായിട്ടോ, കാരണം ഇത്രയും ദിവസമായില്ലേ, അതിലൊന്നും ഇല്ല. പക്ഷെ എന്നാലും അതിന്റെ സംഭവം കൊടുക്കുന്നുണ്ട്. ഇത് ഗംഗപ്രസാദ് ഡെഡ് ബോഡി തന്നെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ, അതിനെ വേണ്ടിട്ട്. അങ്ങനെ അടുത്ത പ്രാവശ്യം കോടതി കൂടുമ്പോ ഈ കേസ് പരിഗണിക്കാന്ന് വേണ്ടി പറയണം. അങ്ങനെ അടുത്ത പ്രാവശ്യം കോടതി കൂടുമ്പോഴേക്കും ആ കേസ് പറയുന്നുണ്ട്, അതായത് മരിച്ചത്, അതായത് അവിടെ കണ്ടിരുന്ന ഡെഡ് ബോഡി ഗംഗപ്രസാദിന്റെ തന്നെയാണ്. അപ്പോ പ്രകാശനാണ് ആ കൊല ചെയ്തതും. അപ്പൊ പ്രകാശന് ഈ കോടതി ഇങ്ങനെ ജയിലിലേക്ക് ഇടാണ്, റിമാൻഡ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് കോടതി വിധി പറയാണ്. അങ്ങനെ പ്രകാശൻ സന്തോഷത്തോടു കൂടി തന്നെ ജയിലിലേക്ക് പോകുവാണ്. അത് ഇതിന്റെ ക്ലൈമാക്സിൽ പ്രകാശൻ ജയിലിലാണ് കേട്ടോ. രതീഷും വേലും കിരണും രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ ഇവർക്കൊന്നും പറയാനും പറ്റില്ല, കാരണം കോടതിയാണ്. ഇപ്പൊ പ്രകാശൻ ഒറ്റയ്ക്ക് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് പറയായിരുന്നു, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പ്രകാശനാണ് ജയിലിൽ കിടക്കാൻ വേണ്ടി പോണത്. തന്റെ മകനെയും കാണാലോ, തന്റെ മകൻ ജയിലിൽ നിന്ന് കല്യാണിനെയും അതുപോലെ തന്നെ കാർത്തികനെയും കാദംബരിനെയും ഒക്കെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യാലോ. അപ്പൊ കല്യാണിക്കുടെയും പിള്ളേരുടെ സേഫിന് വേണ്ടിയാണ് പ്രകാശൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പ്രകാശനാണ് ജയിലിൽ പോകാൻ പോകുന്നത്. അപ്പൊ അതാണ് നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിലും ക്ലൈമാക്സ് പ്രൊമോയിലും കാണാൻ സാധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.